ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇമാമിന്റെ പിന്നിൽ ആൾ ഉണ്ടാവണം. അങ്ങനെ 40 ദിവസത്തെ 5 നേരത്തെ നിസ്കാരവും ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു ചാലഞ്ചാണ്. അതിനിടയ്ക്ക് വിട്ടുപോയാൽ വീണ്ടും അടുത്തൊരു 40 തുടങ്ങണം. 40-നിടയ്ക്ക് വിട്ടുപോകരുത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്ന അവരുടെ മന്ത്ലി സൈക്കിൾ അതിന്റെ ബാധകമല്ല. പുരുഷന്മാർക്ക് പിന്നെ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരിപൂർണമായും 40 ദിവസം ഒരുമിച്ച് കിട്ടണം. 5 വക്ത് നിസ്കാരവും ഇമാം അല്ലാഹു അക്ബർ എന്ന ആദ്യത്തെ തക്ബീർ ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറിന്റെ കൂടെ ഇമാമിന്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ 40 ദിവസം ഒരാൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅതാൻ, അല്ലാഹു 2 മോചനം അവർക്ക് നൽകും. ഒന്ന് ബറാഅത്തും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനം, വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. അവരൊരിക്കലും മുനാഫിഖാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ട്രെയിനിങ് ആണ്. 40 ദിവസം അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനപ്പുറത്തേക്ക് അള്ളാഹു ശരിയാക്കി തരുന്ന. 40 കഴിഞ്ഞാൽ പിന്നെ അത് 40 ദിവസം 5 നേരത്തെ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ കിട്ടിയൊരു മനുഷ്യൻ അതിന്റെ രുചി അറിയും. പിന്നെ അവർക്ക് നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഹിദായത്തിന് ഉറപ്പുണ്ട് എന്നൊരു സൂചന ഈ ഹദീസിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എന്തെങ്കിലും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ, ഇന്നത്തെ ളുഹ്ർ മുതൽ അല്ലെങ്കിൽ അസ്ർ മുതൽ ഇതാ നമ്മൾ ആരംഭിക്കുകയാണ് 40 ദിവസത്തെ ഒരു പ്രോഗ്രാം. 40 ദിവസം മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീന പള്ളിയിലെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പള്ളിയിൽ മാ ഫാതത്നി തക്ബീറത്തുൽ ഇഹ്റാമി മുൻദു 40 സന, 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം മദീന പള്ളിയിൽ നഷ്ടമായിട്ടില്ല. ഞാൻ ഇമാമിന്റെ തൊട്ടുപിറകിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞ മദീനയിലെ ഫഖീഹായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല. മദീനയിലെ അറിയപ്പെട്ട ഫുഖഹാ സബ്അ അതിൽപ്പെട്ട ആളാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. 40 വർഷം, 40 ദിവസമല്ല, 40 വർഷം ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു. ഹജ്ജൊക്കെ മുമ്പ് കഴിഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു സുന്നത്തായ ഹജ്ജിനൊന്നും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ മദീന പള്ളിയിൽ തന്നെ ക്യാമ്പിംഗ് ആണ്. അങ്ങനത്തെ ഒരു മഹാനോടൊക്കെ പറയാൻ എത്ര ധൈര്യം വേണമല്ലേ? 40 വർഷം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടമായിട്ടില്ല റസൂലുള്ളാഹിന്റെ പള്ളിയിൽ എന്ന് പറഞ്ഞ മഹാൻ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മകളുണ്ട്. മകളുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ പുതിയാപ്പിള തലകെട്ടും കെട്ടിയിട്ട് രാവിലെ ഇറങ്ങിപ്പോവാണ്. ഞാൻ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളുടെ നിന്റെ ഉപ്പാന്റെ ദർസിലേക്ക് പോവാണ്. ഭാര്യ ചോദിച്ചു എങ്ങോട്ടാ പോകണം? ഞാൻ ദർസിലേക്ക് പോവാണ്. ഉപ്പാന്റെ ശിഷ്യനാണ് അദ്ദേഹമാണ്. ഉപ്പാന്റെ മോളെ, അതായത് ഉസ്താദിന്റെ മോളെ കല്യാണം കഴിച്ചതാണ്. ഉസ്താദിന്റെ ദർസിലേക്ക് പോകുമ്പോ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നി ഉഅല്ലിമുക ഇൽമ സഈദ്. എന്റെ വാപ്പ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമ് ഞാൻ ഓതിത്തരാൻ. കിതാബ് ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഓതിത്തരാന്ന്. ഭർത്താവിന് കിതാബ് ഓതി കൊടുത്ത മോളാണ് ഈ ഉസ്താദിന്റെ, ഈ മഹാന്റെ മോള്. ഭർത്താവിനോട് പറഞ്ഞു, ഉപ്പാന്റെ ദർസിലും പോയിരിക്കേണ്ട ആവശ്യം, ഇവിടെ തന്നെ റൂമിലിരുന്നാൽ ഞാൻ ഓതിത്തരാൻ കിതാബ്. മാഷാ അല്ലാഹ്. ഉഅല്ലിമുക ഇൽമ സഈദ്. അതാണ് സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇദാ തതഹറ അർ-റജുലു ثم മറ ഇലൽ മസ്ജിദി യർഅ അസ്-സ്വലാഹ്. ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുക്കുകയും നിസ്കരിക്കുവാൻ വേണ്ടി മസ്ജിദിലേക്ക് പോവുകയും ചെയ്താൽ യർഅ അസ്-സ്വലാഹ്, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ കതബലഹു കാതിബുഹു, നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക് ബികുല്ലി ഖത്വത്തിൻ യഖ്തുഹാ ഇലൽ മസ്ജിദി 10 ഹസനാത്ത്. വീട്ടിൽ നിന്ന് ഉളു എടുക്കുക, എന്നിട്ട് മസ്ജിദിലേക്ക് പോവുക. മസ്ജിദിൽ ചെന്നിട്ട് ഉളു എടുക്കുക പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഉളു എടുത്ത് പോകുന്നതിന് വേറെ കൂലിയാണ്. ഓരോ കാൽവെപ്പിനും 10 വീതം ഹസനത്തുകൾ അല്ലാഹു നൽകുമത്രേ. 10 ഗുണങ്ങൾ. നിസ്കരിക്കാൻ നടന്നു പോവാൻ കഴിയാത്ത ആൾക്ക് അതുപോലത്തെ കൂലി അല്ലാഹു നൽകും നിയ്യത്തുള്ളതിന്റെ പേരിൽ. ويكتب من المصلين من حين يخرج من بيته حتى يرجع إليه. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ നിസ്കരിച്ചതിന്റെ കൂലിയും അല്ലാഹു നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മലയാളികൾക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, ഉസ്താദുമാർ മസ്അലൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പഠിച്ചപ്പോഴേ കുറെ അറിഞ്ഞാൽ വലിയ ഇടങ്ങാറാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ ഓക്കെ അല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടിൽ നിസ്കരിക്കും. നിസ്കരിക്കേണ്ടത് മസ്ജിദിൽ നിന്നാണ്. വീട്ടിൽ നിസ്കരിച്ച നിസ്കാരം സ്വഹീഹാണ്. പക്ഷേ ഹബീബായ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ച എത്ര ഹദീസാണ് ജമാഅത്തായിട്ട് മസ്ജിദിൽ പോയിട്ട് നിസ്കരിക്കുക. അത് ആദ്യത്തെ ജമാഅത്തിന് തന്നെ കൂടണം.
നമ്മുടെ മഹല്ല് ജമാഅത്തുകളിൽ നമ്മുടെ സുബ്ഹി ജമാഅത്തിനും നമ്മുടെ ഇശാഇനും അസ്റിനും ളുഹറിനും ഒക്കെ എത്ര ആളുകളുണ്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ. അതിനനുസരിച്ചാണ് ഈ ഉമ്മത്തിന് അല്ലാഹു വിലയിടുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന വില പ്രത്യേകിച്ച് സുബ്ഹി നിസ്കാരത്തിന്റെ സൊഫ് നോക്കിയിട്ടാണ്. സുബ്ഹി പെരുന്നാക്ക് ആൾ കൊള്ളാൻ വേണ്ടിയിട്ടാ പള്ളി വലുതാക്കല്. പെരുന്നാക്ക് ഒരിക്കൽ നിസ്കരിക്കാത്തവന് പെരുന്നാക്ക് ഇപ്പം വന്നു വരും, അവനിപ്പോ ആഘോഷല്ലേ. പക്ഷേ സുബ്ഹി നിസ്കാരത്തിന് ഡെയിലി ആ നാട്ടിൽ മഹല്ലിൽ ഹാദറായ ആളുകൾ എത്ര പേര് വരുന്നുണ്ട്? ഇതൊരു വിഷയമാണ്. എത്ര കൂലിയാണെന്നല്ലേ. വീട്ടിൽ നിന്ന് ഉദുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം, നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് തന്നെ പോവുക. എത്രയൊക്കെ ഉപകാരം. രാവിലത്തെ ഫ്രഷ് എയർ, ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന്. കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും, ചൂടൊന്നും ആയിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും. ഒന്ന്, നല്ല ഫ്രഷ് എയർ കിട്ടും, മനസ്സമാധാനം കിട്ടും. ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത്, റോഡിലൂടെ ഒന്നും പോണ്ടേ, ബസ്സൊക്കെ തട്ടിപ്പോയി പോകും. അതുകൊണ്ട് സേഫായ സ്ഥലത്ത് കൂടെ നടക്കുക. ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ്. ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ കണക്കെടുത്തപ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ 8 മണിക്കാണ്. അതിന് കണക്ക് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. രാവിലെ 8 മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത് ഉറക്കത്തിൽ. നോൺ സ്റ്റോപ്പ് ഉറക്കുറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ 99% മരണങ്ങളും രാവിലെ 7 മണി 8 മണിക്കുള്ളിലാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു പഠനം നടന്നപ്പോ ഒരു വിചിത്രമായ ഒരു കൂട്ടിവായിക്കൽ നടന്നത്, സുബ്ഹി നിസ്കാരത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും. ആ സമയത്ത് എണീക്കുകയാണ്. നോൺ സ്റ്റോപ്പ് ഉറങ്ങുന്ന ആളുകൾക്ക് അറ്റാക്ക് വരാൻ, ശരീരം നം എന്ന് പറയില്ല, ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിങ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് 8 മണിയാണ്, രാവിലത്തെ 8 മണി സമയം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ. സ്വലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരമാണ് ഉറക്കിനേക്കാളും ഖൈർ കേട്ടോ, എഴുന്നേറ്റോളൂ എന്ന് പറയുന്ന വിളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയപ്പോ. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ. വേദനയും കീറി മുറിക്കുന്നതും വേറെ, വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ, നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ. ഇനി രക്ഷപ്പെട്ട് കിട്ടില്ല അതും അറിയില്ല, ചിലപ്പോൾ മരിച്ചുപോയി എന്ന് വരും. അപ്പോ അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നിടത്ത് അല്ലാഹുവേ നമ്മുടെ റൂഹിനും ജസദിനും അല്ലാഹു ഉപകാരം നൽകുന്ന സമയമാണത്. അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ നിസ്കാരങ്ങളിലേക്കുള്ള നടത്തം അത് വലിയ പ്രതിഫലമാണ്, നഷ്ടപ്പെടുത്തരുത്. ഓരോ കാൽവെപ്പിനും 10 കൂലി. യാ അല്ലാഹ്, 10 ഹസനാത്ത്. ഓരോ കാൽവെപ്പും എത്ര സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടി വരും നടന്നു പോകാൻ? അതിന് മുഴുവനും കൂലിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം. യാ അല്ലാഹ്, മൻ തവല്ലഅ ഫഖാല ബഅദ ഫറാഗിഹി മിൻ വുദൂഇഹി, നിസ്കരിക്കുവാൻ വേണ്ടി വുദൂ എടുക്കുകയും വുദൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മജ്ലിസ് പിരിയുമ്പോൾ ചൊല്ലുന്ന ദിക്റുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് കഫാറത്തുൽ മജ്ലിസ് എന്ന് പറയുന്ന ദുആയാണ്. ഒരു മജ്ലിസ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, പരിശുദ്ധനാണ് റബ്ബേ നീ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരാളും ഈ ലോകത്തില്ല, നീ മാത്രമാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ, നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ എന്നൊരാൾ പറഞ്ഞാൽ കുതിബ ഫീ റിഖിൻ, അത് പ്രത്യേകമായ ഒരു കടലാസിൽ രേഖപ്പെടുത്തപ്പെടുകയും തുമ്മ ജുഇല ഫീ ത്വാബഇൻ, സീൽ വെച്ചതിനെ മൂടിക്കളയുകയും ചെയ്ത് അല്ലാഹു തആല സീൽ വെച്ച് അടച്ചു വെച്ച പ്രത്യേകമായ ഒരു ദിക്റായി അല്ലാഹു സ്വീകരിക്കുകയും ഫലം യുക്സറ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിലാണ് ആ ഖബറുകൾ അല്ലാഹു പൊട്ടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദൂ എടുത്ത് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുണ്ട്, ദുആ ഉണ്ട്. ആ ദുആഇന്റെ കൂടെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അത് അല്ലാഹു തആല സീൽ വെച്ച് സ്റ്റാമ്പ് ചെയ്ത് മൂടി വെക്കുമെന്നാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ ദിക്റാണ്. ഇത് പൊട്ടിക്കുന്നത് സുബ്ഹാനല്ലാഹ് അന്ത്യനാളിലാണ്. അപ്പൊ എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ കുറുക്കല്യാണം വെച്ചിട്ടുണ്ട്, കവറൊന്ന് പൊട്ടിച്ചു നോക്കല്, കല്യാണത്തിലൊക്കെ കിട്ടിയ കവറൊക്കെ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും തന്നിക്കണോ കിട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ അല്ലേ.
നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് സന്തോഷിക്കാൻ ഇതിലും വലിയ ഹസനാത്തുകൾ. എത്ര ഒതു കൊടുക്കും നമ്മൾ? മിനിമം 5 ഒതു കൊടുക്കണ്ടേ? ഓരോ വക്തിനും ഒതു കൊടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് ജന്മത്ത് മുറിയാത്ത ആൾക്കാരുണ്ട്, അവരെ പറ്റിയല്ല പറഞ്ഞത്. ഒതു പുതുക്കൽ സുന്നത്താണ്. അപ്പോ ഓരോ ഫർള് നിസ്കാരത്തിനും ഓരോ വുളു, സുന്നത്തിന് വേറെ എടുക്കാൻ പറ്റും, അങ്ങനെ എടുക്കാം. യാ അല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല അതിനെ സീൽ വെച്ച് അടക്കം ചെയ്ത് ഖിയാമത്ത് നാളിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ വെച്ചുകൊണ്ടാണ് അത് തുറക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റുകൾ നഷ്ടപ്പെടുത്തരുത്. നിസ്കാരം വെള്ളിയാഴ്ച ദിവസവും അൽ ജുമുഅത്തു ഇലൽ ജുമുഅഹ് വ റമളാനു ഇലാ റമളാൻ വൽ ഉംറത്തു ഇലൽ ഉംറഹ് കഫാറത്തു ലിമാ ബൈനഹുമാ ഇദാ ജുതുനിബത്തിൽ കബായിർ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അതിനിടയിലുള്ള ചെറുദോഷങ്ങൾ റമളാനിൻ കാരണം അല്ലാഹു പുറത്തു തരും. ഈ റമളാൻ നമ്മൾ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തതാണ്, അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ച സമയങ്ങളാണ്, അല്ലാഹു തആലയെ ധാരാളമായി ഓർക്കുന്ന റമളാനാണ്. അടുത്ത റമളാൻ വരെ ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോകും. വൽ ജുമുഅത്തു ഇലൽ ജുമുഅഹ്, ഒരു വെള്ളിയാഴ്ച ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വൽ ഉംറത്തു ഇലൽ ഉംറഹ്, ഒരു ഉംറ കഴിഞ്ഞാൽ അടുത്ത ഉംറ വരെ. അടുത്ത ഉംറക്ക് പോകണമെന്ന് നിയ്യത്ത് വേണം. അതാണ് പറയുന്നത്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കണം, ആഗ്രഹം വേണം. അങ്ങനെയാണെങ്കിൽ മുമ്പ് ചെയ്ത ഉംറ അടുത്തൊരു ഉംറക്ക് പോകാൻ അല്ലാഹുവെ സൗകര്യപ്പെട്ടാൽ ഞാൻ പോകും, നേരത്തെ തന്നെ പോകും എന്ന നിയ്യത്തോടു കൂടെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഉംറ നടക്കുന്നതിനിടയിൽ ഈ രണ്ട് ഉംറകൾക്കിടയിലുള്ള സമയത്ത് സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ورجل حضرها بإنصات وسكون ولم يتخطى رقبة مسلم. ഇത് പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ ഹളറഹാ ബിഇൻസാത്തിൻ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ പോലും നോക്കാൻ പാടില്ല. മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗാ, ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഖുതുബയോടുള്ള അദബ് പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചരൽക്കല്ല് എന്ന് പറയാൻ കാരണം? അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ്, ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലായിരിക്കും. അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ ഇങ്ങനെ മിനിസ്റ്ററുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൊബൈൽ നോക്കിയാലോ? എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് വെത്ത ഡിസൈൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചിലർ ഖുതുബ ഓതുമ്പോൾ അറിയാതെ അങ്ങ് തസ്ബീഹ് ചൊല്ലും, ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് എല്ലാം പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരിവൂട്ടൽ ആവശ്യക്കാർ, അപ്പോൾ ബക്കറ്റ് കൊടുത്തേക്കും. ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കുന്നതിന് ഇങ്ങനെ കൊടുത്തേക്കുക. മമ്മസ്സൽ ഹസ്വ ഫഖദ് ലഗാ, പിന്നെ പേഴ്സ് എടുത്ത് ചില്ലറ എടുത്ത് മാറ്റുമ്പോൾ പോയില്ലേ, ജുമാന്റെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കുന്നതിൽ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖുതുബന്റെ കൂലി നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ? ഇല്ലല്ലോ, അൽഹംദുലില്ലാ. നല്ല വിവരമുള്ള ഉസ്താദ്മാർ നാട്ടിലുണ്ടായ നല്ല സുഖമാണ്, കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതങ്ങനെ നടക്കും, നാട്ടുകാരിങ്ങനെ ഖുതുബ കൂലിങ്ങ പോവല്ലേ. ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് വറജുലുൻ ഹളറഹാ ബിഇൻസാത്ത്, മൗനമായി ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നാ. ഖുതുബ തുടങ്ങിയാൽ ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ ഇറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹുവിന്റെ ദിക്റാണത് എന്ന ബോധ്യത്തോടുകൂടെ ബിഇൻസാത്തിൻ വസുകൂൻ, ശാന്തമായി മൗനമായി ഖുതുബയെ ശ്രദ്ധിക്കുകയും വലം യതഖത്ത റഖബത മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും തോളിൽ ചവിട്ടി പോകാതെ ഒരു മനുഷ്യൻ ജുമുഅക്ക് പോയാൽ, അതായത് ലേറ്റ് ആയിട്ട് വരും, എന്നിട്ട് അവ്വൽ സഫക്ക് പോകുമാണ്, സലാം വിട്ട് ആദ്യം ഇറങ്ങി പോകുമാണ്. എന്തായി പരിപാടി? ഒന്നുകിൽ നേരത്തെ വരിക, അത്തരം ആൾക്കാർ നേരത്തെ വന്ന് അവിടെ ഇരിക്കുക. ഇത് വരുന്നത് ലേറ്റ് ആയിട്ട്, എന്നിട്ട് എല്ലാവരും തോള് ചവിട്ടി 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 പോയിട്ട് അവിടെ മുമ്പിൽ പോയിരിക്കും. ഇമാം സലാം വിട്ട് എന്നിട്ട് പോരുന്നതും കാണാം. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു ഫുർജത്തുണ്ടെങ്കിൽ, ഒരു സഫിന്റെ വിടവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി ഒരാൾക്ക് പോകാം. എന്നാൽ പോലും
അവിടെ ഇരിക്കുന്ന ജുമുഅയെ ഖുതുബയെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ഈ തോള് ചവിട്ടി പോവെന്ന് പറഞ്ഞാൽ അതൊരു അസൗകര്യമാണ്. ഒന്ന് ബുദ്ധിമുട്ട് ഒന്നിങ്ങനെ ചെരിഞ്ഞു കൊടുക്കണ്ടേ, അത് ആളുകൾക്ക് ചെറിയൊരു ഭാരമാണ്. അതുപോലും ചെയ്യരുതെന്ന് നബി നിങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തോളിൽ തോണ്ടിയിട്ട് ഇങ്ങനെ പോവാ, അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഒരു വിടവ് അവിടെ ഉണ്ട്, ആ വിടവ് ഇയാൾ പോയിട്ട് തന്നെ നികത്തണം, വേറെ ആരും നികത്താനില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ വിടവിലേക്ക് പോകാൻ വേണ്ടി ഇയാൾക്ക് പോകാം. മിനിമം ഡിസ്റ്റർബൻസേ പറ്റൂ. ആളുകളെ ബുദ്ധിമുട്ടാക്കരുത്, തോളിലേക്ക് ചവിട്ടിയിട്ട് പോകരുത്. കാലുമത്തെ ചളിയൊക്കെ കുപ്പായത്തിലാവും ചിലരുത്, ചവിട്ടി പോകുമ്പോഴേ അങ്ങനെ നാക്കാൻ പാടില്ല. എന്തൊരു അദബാണ്! ജുമുഅ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമല്ലേ, അല്ലാഹുവിന്റെ ദിക്റല്ലേ. ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ ഈ ജുമുഅക്ക് ഇങ്ങനെ അച്ചടക്കത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു ചെറുദോഷങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു കൊടുക്കുന്നതാണ്. വലം യതഖത്ത റഖബത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ തോളിലും ചവിട്ടാതെ, തോൾ മറികടന്നു പോകാതെ, ബുദ്ധിമുട്ടാക്കാതെ ഒരു മനുഷ്യൻ എത്തിയാൽ, വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യാതിരുന്നാൽ, ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അങ്ങനെ ഒരു ജുമുഅ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ അടുത്ത ഒരു ജുമുഅക്ക് വരെ അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കാൻ ഈ ജുമുഅ മതി. കാരണം പറഞ്ഞത് ഒരാളുടെ തോളിലും ചവിട്ടാതെ പോകണം, ആരെയും ബുദ്ധിമുട്ടാക്കരുത്. വലം യുദി അഹദൻ, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. ജുമുഅക്ക് വന്നിരിക്കുമ്പോ, ജുമുഅക്ക് പള്ളിയിന്റെ ഉള്ളിൽ സ്ഥലമില്ല, പുറത്ത് ബുദ്ധിമുട്ടാണ്, ചൂടിലാണ് ആളുകൾ നിൽക്കുന്നത്. ഉള്ളിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് മാക്സിമം ആളുകൾ ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇമാമുമാർ പുറത്ത് എത്രയോ ആളുകൾ വെയിൽ കൊണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്താളുകൾ പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഖിറാഅത്ത് പോലും ചുരുക്കണം, ഖുത്ബ ചുരുക്കണം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ഒരൽപ്പം നീളമുള്ള സൂറത്ത് ഓതിയപ്പോഴാ ഹബീബായ നബി തങ്ങൾ ചോദിച്ചത്, അഫത്താനുൻ അൻത യാ മുആദ്, മുആദയെ നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു ഹബീബായ നബി തങ്ങൾ. മുആദ് റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? പണ്ഡിതന്മാരുടെ നേതാവാണ്. യസ്ബിഖുൽ ഉലമാഅ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങൾ മുഴുവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു കാലം മുമ്പ് മുആദ് എന്നവർ സ്വർഗ്ഗത്തിൽ കടന്നിരിക്കും. പണ്ഡിതന്മാരുടെ നേതാവാണ്, സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, അവരാണ് മുആദ് തങ്ങൾ. ആ സ്വഹാബിയോട് തങ്ങൾ പറഞ്ഞു, മുആദേ, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണോ? എന്താ കാരണം എന്നറിയോ? നിസ്കാര ഇശായിൽ ദീർഘമായി സൂറത്ത് ഓതിയതാ വിഷയം. അന്നൊരു അൻസ്വാരിയായ കർഷകൻ നിസ്കരിക്കാൻ വേണ്ടി വന്നിരിക്കാൻ. മുആദ് എന്നവർ ഇമാമാണ്. മുആദ് എന്നവർ ചെയ്തിരുന്ന പണി എന്ന് വെച്ചാല് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കും. എന്നിട്ട് സ്വന്തം നാട്ടുകാർക്ക്, മഹല്ലുകാർക്ക് സുന്നത്താണ് മൂപ്പർക്ക് ഇശാഇന്റെ ഇമാമായി നിസ്കരിക്കും. മൂപ്പരുടെ ഇശാദ് നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി മൂപ്പർ എന്ത് ചെയ്യും? ഇമാമായി നിസ്കരിക്കും മഹല്ലിൽ ചെന്നിട്ട്. അങ്ങനെ നിസ്കരിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മുആദ് റളിയല്ലാഹു അൻഹു. അന്നത്തെ സാഹചര്യം അനുസരിച്ചതാ, പഠിപ്പിച്ചു കൊടുക്കാൻ ആള് വേണം. മുആദ് തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഒരു കർഷകൻ വന്നു. മുആദ് എന്നവര് സൂറത്തുൽ ബഖറ തുടങ്ങിയത്, കാരണം നല്ല ഹാഫിളാണ്, ആലിമാണ്, റാഹത്തിൽ ഓതാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കർഷകനായ മനുഷ്യൻ കൈയഴിച്ചു, സലാം വീട്ടി. മൂപ്പർ ഒറ്റക്ക് പോയി നിസ്കരിച്ചിട്ട് ഒരൊറ്റപ്പോക്ക് വീട്ടിലേക്ക്. പിറ്റേന്ന് രാവിലെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വേരെത്തുമ്പോഴേക്ക് വേറെ ഒരാൾ ചെന്ന് മുആദ് എന്നവരോട് ആദ്യമേ പറഞ്ഞു, മുആദ് എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്ത്? ഇന്നാലിന്ന ഒരാൾ നിങ്ങളുടെ കൂടെ അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലിയിട്ട് നിസ്കാരത്തിനിടക്ക് പോയി. മുആദ് എന്ന് പറഞ്ഞു, ദാക മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ പണിയാണല്ലോ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ സാധുത കേൾക്കുകയും ചെയ്തു, അറിഞ്ഞു. പൊന്നാര നബിയെ, ഞാൻ കർഷകനാണ്, ലീ നാദിഹാൻ, എനിക്ക് 2 ഒട്ടകമുണ്ട്. വെള്ളം കിണറ്റെന്ന് കോരുന്ന ഒട്ടകം, അങ്ങനെ കയറിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പിന്നാലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളാ ഞാൻ. പൊന്നാര നബിയെ, വെയിൽ കൊണ്ടിട്ടാ ഞാൻ പണിയെടുക്കുന്നത്. ആ ഒട്ടകത്തെ നോക്കണം, വെള്ളം ചിന്താതെ നോക്കണം, വെള്ളം ഒഴിച്ചെടുക്കണം, ആളുകിടന്നതിന്റെ പൈസ വാങ്ങിക്കണം. ഇങ്ങനെ ക്ഷീണിച്ച് തളർന്ന് ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വന്ന് നിൽക്കുമ്പോ മുആദ് എന്നവർ ചൊല്ലുന്നു സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് തുടങ്ങുന്നത്. പൊന്നാര നബി, എന്നെ കൊണ്ട് പറ്റൂല അത്ര നേരം നിൽക്കാൻ. ഞാൻ പോന്നു, എന്നിട്ട് പോന്ന് എന്നെ പറ്റി പറയാണ് ഞാൻ മുനാഫിഖാണ് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു മുആദ് എന്നവരെ, മുആദേ, ഈ സംഭവം ശരിയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ സൂറത്തുൽ ബഖറയൊക്കെ ഓതല് ഇശാക്ക് എന്ന് ചോദിച്ചു. ആ നബി, എന്റെ നാട്ടുകാരല്ലേ, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, സമയമുണ്ടല്ലോ, ഞാൻ റാഹത്തിലങ്ങ് ഓതി കൊടുക്കും. എന്നാൽ മുആദേ, നിങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരിൽ
വളരെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ഉണ്ടാകും, വൽ മരീള രോഗികളുണ്ടാകും, വൽ മുസാഫിറ യാത്ര പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ അത്തരം ആളുകൾ ബാക്കിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദീർഘമായി സൂറത്ത് ഓതാൻ പാടില്ല. മുആദേ, ഇത് ഫിത്നയാണ്, ഇത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് എന്നവർ പിന്നെ ചെറിയ സൂറത്ത് ഓതാറുള്ളതാണ്. പിന്നെ പ്രത്യേകമായൊരു മസ്ജിദാണ്, ആളുകൾ വഴിയാത്രക്കാരൊന്നും കൂടുന്ന സ്ഥലമല്ല, നാട്ടുകാർ മാത്രമേ ഉള്ളൂ, അതിൽ യാത്രക്കാരൊന്നും ഇല്ല, എല്ലാവർക്കും പൊരുത്തമാണ്. എന്നാ പിന്നെ ദീർഘമായി സൂറത്ത് ഓതിക്കും, ഒരു കുഴപ്പമില്ല. അതല്ല, പല ആളുകളും കയറിറങ്ങി പോകുന്ന മസ്ജിദാണ്, യാത്രക്കാർ കൂടുതൽ കാണും, അവർക്ക് വേണ്ടി നിസ്കാരം ചുരുക്കലാണ്. അതാണ് ഫിഖ്, അതാണ് ദീൻ മനസ്സിലാക്കൽ. വറജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ വസുകൂനിൻ വലം യതഖത്ത റഖബത മുസ്ലിമിൻ വലം യുദി അഹദാ, ആരെയും വിഷമിപ്പിക്കാതെ, ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ, ഒരാളുടെയും തോളിൽ കവച്ചു വെച്ച് നടക്കാതെ, ജുമുഅക്ക് മൗനമായി ശാന്തമായി ഒരാൾ ജുമുഅ ശ്രദ്ധിച്ചിരുന്നാൽ ഫഹുവ കഫാറത്തുൻ ഇലൽ ജുമുഅത്തി അല്ലതി തലീഹാ, അടുത്ത ഒരു ജുമുഅ വരെ ഈ ജുമുഅ അവർക്ക് പ്രായശ്ചിത്തമാണ്. വസിയാദതു 3 അയ്യാം, അപ്പൊ അടുത്ത ജുമുഅ വരെ 7 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം ഏറെ 10 ദിവസത്തേക്ക് അല്ലാഹു 3 ദിവസം ബോണസ് ആയിട്ട് നൽകും. കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാന്ന് പറയുന്നു. ഒരു സ്വഹാബി ഹബീബിന് മുമ്പിൽ വന്നു, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നശിച്ചു പോയി, റസൂലേ നശിച്ചു പോയി. എന്തേന്ന് ചോദിച്ചു. റമദാൻ മാസത്തിലാണ് അവർ വന്നത്. എന്തേന്ന് ചോദിച്ചു. വാഖഅതു അഹ്ലി നഹാറ റമദാൻ, നബിയേ റമദാനിന്റെ പകലിൽ ഞാൻ എൻ്റെ ഭാര്യന്റെ കൂടെ കടന്നു, കുളി വാജിബായി എന്നർത്ഥം. എന്താ നബിയെ ഞാൻ ചെയ്യാ, ഞാൻ നശിച്ചു പോയല്ലോ, എനിക്കെല്ലാം നഷ്ടമായല്ലോ, എൻ്റെ ആഖിറം പോയല്ലോ നബിയെ എന്ന് പറഞ്ഞ് വിഷമിച്ചു. അതിന്റെ കഫാറത്ത് പറഞ്ഞെടുത്ത് പ്രായശ്ചിത്തം. എന്താ പ്രായശ്ചിത്തം? ഒരു ഒട്ടകത്തെ, ഒരു അടിമയെ നിങ്ങൾ മോചിപ്പിക്കണം. മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം. പൊന്നാര നബി, അടിമയൊക്കെ വാങ്ങണ എത്ര പൈസ വേണം? എൻ്റെ അടുത്താവുന്നില്ല. സും ഷഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. 60 നോമ്പ് കണ്ടിന്യൂസ്. എന്നെ ഇടക്ക് വിട്ടുപോയാൽ തലക്കന്ന് വീണ്ടും തുടങ്ങണം. നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചോളി. റമദാന്റെ പകലിലെങ്ങാനും ഇമാതിരി ഏർപ്പാട് തുടങ്ങിയാൽ 60 നോമ്പ, ഓരോ നോമ്പിനും ലൈഫ് ടൈം മുഴുവൻ നോക്കേണ്ടി വരും. 60 നോമ്പെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൊന്നാര നബിയെ, ഈ റമദാൻ എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ 60 നോമ്പൊക്കെ നോക്കാണ്? തങ്ങൾ ചിരിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണത്. തങ്ങൾ പറഞ്ഞു 60 മിസ്കീൻ ഭക്ഷണം കൊടുക്കണം. കൊടുത്തു. അപ്പൊ തങ്ങൾ ചോദിച്ചു, അയിന സായിൽ, ആ ആളെവിടെ? ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന ആളെവിടെയാണ്? ഞാൻ താ നബിയെ, ഇവിടെ വാന്ന് പറഞ്ഞു. 60 മിസ്കീന്മാർക്കുള്ള ഭക്ഷണം റെഡിയാണ്, ഇത് നീ കൊണ്ടുപോയി നിന്റെ നാട്ടിലെ പാവപ്പെട്ട 60 ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, ഈ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നു. അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, ഞങ്ങളെക്കാളും ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കണം എന്നാണോ പറയണത്? വല്ലാഹി മാ ബൈന ലാബതൈഹാ അഫ്ഖറ മിൻ അഹ്ലി ബൈതി, ഞങ്ങൾ താമസിക്കുന്ന നാട്ടില് ഞങ്ങളെക്കാളും ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടുകാരനല്ല നബിയെ. എന്നാ പിന്നെ നിന്റെ വീട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ ചെയ്ത ആ ഒരു തെറ്റിന് പ്രായശ്ചിത്തമായി നബി തങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് 30 പേർക്കർക്കന്നെ കൊടുത്തേക്കുന്നത്. അത് നിന്റെ പ്രായശ്ചിത്തമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രായശ്ചിത്ത കഫാറത്തുകളാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ 3 ദിവസം ഏറെയും 10 ദിവസത്തേക്കുള്ള പ്രായശ്ചിത്തം ഒരു ജുമുഅ കൊണ്ട് അല്ലാഹു തആല നൽകും. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു 10 അംസാലിഹാ, ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മയ്ക്ക് അല്ലാഹു 10 ഇരട്ടിയാണ് കൂലി നൽകുന്നത് എന്നല്ലേ നബി അല്ലാഹുവിന്റെ വചനം. ഇത് ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ജുമുഅക്കുള്ള കൂലിയാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇരുട്ടുള്ള റൂമിൽ അവർ നിസ്കരിക്കുന്നതാണ് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാളും അവർക്ക് കൂലിയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ജീവിതത്തിന്റെ ഒരു ആനന്ദമാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യലാണ്. ഇത് ബോധിച്ചവർക്ക്, അനുഭവിച്ചവർക്ക് രാത്രികാലങ്ങളിലെ നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല. തഹജ്ജുദിന് ഒരു മധുരമുണ്ട്, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം മുഅ്മിനായ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും അത് നഷ്ടപ്പെടുമ്പോൾ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു,
രാത്രികാലങ്ങളിലെ നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരും. പിന്നെ നിങ്ങൾക്ക് രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ തരും, രോഗങ്ങൾ വരാതിരിക്കും. അല്ലാഹുവിനത് പൊരുത്തമാണ്, സ്വർഗമാണ് അതിന്റെ പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രാത്രി നിസ്കരിക്കുമ്പോഴേ ഉറക്കത്തിന് എഴുന്നേറ്റ് നമ്മൾ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ബ്രഷ് ചെയ്യാതെ ആയിരിക്കും നിസ്കരിക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യണം, ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക, അത് സുന്നത്താണ്. من قام إذا قام أحدكم يصلي من الليل فليستك. നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ, ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യണം. എന്തുകൊണ്ട്? ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരത്തിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ, വദഅ മലകുൻ ഫാഹു അലാ ഫീഹി, ഓതുന്ന ആളിന്റെ വായോട് അല്ലാഹുവിന്റെ മലക്കിന്റെ വായ ചേർത്ത് വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യഖ്റുജു മിൻ ഫീഹി ഷൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്, വായിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ വായിലേക്ക് ആവുന്നുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ഫഇന്നൽ മലായിക തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് വെറുപ്പുള്ളത് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. വായനാറ്റം മനുഷ്യർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന പോലെ മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രാത്രി തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായോട് ചേർത്ത് വെക്കും ഖുർആൻ ഓതുമ്പോ. അപ്പൊ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധമുണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഫൽയസ്തക്, മിസ്വാക്ക് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ശീലമാക്കുക. മിസ്വാക്ക് കൂലിയാണ്. തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ചത് കൊണ്ടാ, അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ് ഇല്ലാ അഖദഹ അർറഹ്മാനു ബിയമീനിഹി വഇൻ കാനത തംറ فتربو في كف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيلة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന മാസമാണിത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദാനം ചെയ്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ദാനശീലം ഹബീബിന്റേതാണ്. لو لم يكن في كفه غير روحه لجادا بها فليتق الله سائله. എന്താണോ ആരാണോ എന്താണോ ചോദിച്ചു വരുന്നത് അത് തങ്ങൾ എടുത്തു കൊടുക്കും, തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ, നല്ല ഹലാലായത് അല്ലാഹുവിന് പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, ഏറ്റവും നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക, അങ്ങനെ ആവരുത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയണേ, ഈ കീറിയ കുപ്പായം, അന്നൊക്കെ കീറിയുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? സൂചി നൂലും ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കൊണ്ടുപോയി മാറ്റാൻ തുടങ്ങിയത്. നമ്മളൊക്കെ തുന്നി നടന്നത്. യാ അല്ലാഹ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ, ഞാനിത് ദാനം ചെയ്യട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, നാളെ ഖിയാമത്ത് നാളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ സ്വതക്ക അല്ലാഹ് എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അല്ലാഹ് കാണിച്ചു കൊടുക്കുക. അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുകയാണ്. യാ അല്ലാഹ്. കാരണം കീറിയത് കൊടുക്കുന്നത് മോശമല്ലേ, നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക, അതിന് വലിയ കൂലിയാണ്. അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കൊടുത്താൽ ഒരു 10 രൂപ കൊടുത്തു, 100 രൂപ, 1000 രൂപ കൊടുത്തു, 1,00,000 കൊടുത്തു, അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല, അതിനെ അല്ലാഹു വളർത്തും. ഒരു പർവ്വതത്തിനേക്കാളും വലുതായിട്ടത് വളർന്നു വരും. തങ്ങൾ പറയാ, ഫുലുവ എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടിക്കാ പറയാ. കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ? എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അല്ലാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിപ്പോയ സംഭവം സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. നമ്മൾ കേട്ട സംഭവമായിരിക്കും അല്ലേ? ഒരു പാറന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി 3 പേരും അവരവരുടെ അമലുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ ഒരാളുടെ പ്രശ്നം എന്തായിരുന്നു? അല്ലാഹുവേ കാനലി അജീർ, എനിക്ക് ജോലിയെടുക്കാൻ വന്ന ഒരു ജോലിക്കാരൻ അന്ന് വേതനം വാങ്ങാതെ അയാൾ പോയി റബ്ബേ, ആ മനുഷ്യന്റെ വേതനം ഞാൻ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല അത് ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒരാടിനെ വാങ്ങിച്ചു. ആ ആടിന് കുഞ്ഞുണ്ടായി, 2 എണ്ണമായത്. വീണ്ടും അതിന് മക്കളുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവേ, എനിക്ക് ജോലി ചെയ്ത മനുഷ്യൻ എന്നെ തേടി വന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഒരു ദിവസത്തെ കൂലി എവിടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവേ, 2 മലനിരകൾക്കിടയിൽ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 100 കണക്കിന് ആട്ടിൻ പറ്റങ്ങളെ ചൂണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ദിവസത്തെ വേതനം അതാ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, എന്നെ കളിയാക്കണോ? ഒരു ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിക്കുന്നത്? ഈ ആടുകളൊക്കെ അതെ അതെ, നിന്റെ ഒരു ദിവസത്തെ വേതനം അത് ഞാൻ നിനക്ക് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നു. അത് പെരുത്ത് ഒരുപാട് എണ്ണമായി. ഇത് മുഴുവൻ നിന്റേതാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഒരാട് പോലും അവിടെ ബാക്കി വെക്കാതെ തന്റേതാണെന്നറിഞ്ഞപ്പോ എല്ലാം കൊണ്ടുപോയി റബ്ബേ. എന്നോടൊരു നന്ദിവാചകം പോലും അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചെയ്തത് റബ്ബേ നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ, ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. അങ്ങനെ ആ പാറ ഒരൽപ്പം നീങ്ങി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജോലിക്കാരന്റെ ശമ്പളം എടുത്തു വെച്ചത് മാത്രമല്ല, അത് മൾട്ടിപ്ലൈ ചെയ്തു. അതൊരുപാടായി മാറി. ഒരു മനുഷ്യൻ ചെയ്യുന്ന വലിയ ത്യാഗമാണ്. അല്ല, അത്ഭുതം എന്താണെന്നറിയോ? എന്നാ മുതലാളി 2 ആടുംകുട്ടി നിങ്ങൾ വെച്ചോളി എന്ന് പറയുന്നത് ഒരു മാന്യതയാണ്. അതുപോലും അയാൾ ചെയ്തില്ല. പക്ഷെ അയാൾക്ക് അതുകൊണ്ട് വിഷമൊന്നും ഉണ്ടായില്ല. ഞാൻ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് റബ്ബേ നിനക്ക് വേണ്ടി ചെയ്തതാണ്. ആ മനുഷ്യന് നന്ദി ചെയ്യണമെന്നോ എനിക്ക് ഒരു ലൈക്ക് അടിക്കണമെന്നോ അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കാര്യം ചെയ്യുമ്പോഴേക്കും ലൈക്ക് കിട്ടിക്കണോ? ഫേസ്ബുക്കിലൊക്കെ രാവിലെ ഓടിയിട്ട് അത്താഴത്തിന് എണീക്കുമ്പോൾ അത് നോക്കല്, ലൈക്ക് വന്നിട്ടുണ്ടോ, എത്ര ആളിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്, എത്ര ആൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. യാ അല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യായും വരുന്നതും വരാത്തതും അതൊന്നും പിന്നെ ആലോചിക്കരുത്. അങ്ങനത്തെ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടേ ഇതിന് ആരൊക്കെ ഫോർവേഡ് ചെയ്ത് എത്ര ആൾ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളറക്കുന്ന മനുഷ്യന്മാർ, ഇതൊരു അസുഖമാണ്. ഇതൊരു ഭയങ്കര അസുഖമാണ്. സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് തൻ്റേത് ആരൊക്കെ കണ്ടു, എത്ര പേര് അത് വീക്ഷിച്ചു, എത്ര പേര് കമന്റ് ചെയ്തു, എത്ര പേര് നല്ല കമന്റ് ചെയ്തു, ഇതൊക്കെ വായിച്ചു നോക്കിയിരിക്കുകയാണ്. സമയം കളയരുത്. നന്മ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ചെയ്തോളൂ. അതുകൊണ്ടാണ് നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട്. നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വീട് പണി നടക്കുകയാണ്. ഇതാ നിങ്ങളുടെ വക ഒരു പാത്രം, ഒരു ഡിന്നർ സെറ്റ് അല്ലെ, ഒരു ക്ലോക്ക്, ഒരു സ്പൂൺ, എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ വല്ല കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ ആയി കൊണ്ടുപോയി കൊടുക്കുക. ആയിക്കോട്ടെ, അവനവന്റെ ആപതും തൗഫീഖൊക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണതെങ്കിൽ പൈസ പോയി. ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ട് നിങ്ങളെ പൈസ പോയി. നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവേ, ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ, എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ, അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ. എന്താ അവിടെ കുറവുള്ളത്? ഓരോ സാധനങ്ങൾ ചോദിക്കുന്നു, അത് ഞാൻ വാങ്ങിച്ചു തരാം. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് അങ്ങനെ സന്മനസ് തോന്നിയില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. നിങ്ങളത് ചെയ്യുമ്പോൾ നാളെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോൾ പടച്ചോനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന നിയ്യത്തോട് കൊടുത്താൽ തീർന്നു. അതൊന്നും ചെയ്യണ്ട. പറ്റൂലേ? ചെയ്യാതിരുന്നാ പോരെ. നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമലു സ്വാലിഹാത്ത് നഷ്ടപ്പെടുന്നത്? ചെറിയ കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞിന് ചെറിയൊരു അല്പം സ്വർണം, 2 ഗ്രാം 3 ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ, വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നിയ്യത്ത് വേണ്ട, എഴുതിച്ചിട്ടോ കൊടുത്തിട്ട് നമ്മള് എന്തിന്? അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമ്പോൾ തരുന്നുണ്ടോ ഇല്ലേ നോക്കാനാ? ഇല്ലേ, ആ കുടുംബം തന്നെ തെറ്റും. എന്ത്? ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കൊടുത്തത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത്? അത് ബാക്കിയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ കന്നുകാലികൾ, മൃഗങ്ങളെ നിങ്ങൾ വളർത്തി വലുതാക്കുന്ന പോലെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം ജബലോളം, പർവ്വതത്തോളം അള്ളാഹു വളർത്തിത്തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ത്വയ്യിബ്, നല്ലത്, നല്ല തീബുൻ നഫ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നിങ്ങൾ നൽകുന്നതിനാണ് ഈ പറഞ്ഞ കൂലിയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മാമൂലുകൾക്ക് നമ്മൾ പൈസ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ, അല്ലെ? ഒരുപാട് മാമൂലുകൾ.
കുട്ടികൾക്ക് അഖീഖത്ത് അറക്കൽ സുന്നത്താ. അപ്പൊ എത്ര 4 പോത്ത് 5 പോത്ത് എന്തിനാ സംഭവം എന്നറിയോ? ഇതൊക്കെ പറഞ്ഞെടുക്കാൻ. ഇത്ര കിലോ ഇറച്ചി നമ്മൾ കൊടുത്തത് തീർന്നു. ചില ഉമ്മാർക്കും വാപ്പാർക്കും അങ്ങനെ വാശി ഉണ്ടാവും. എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ ഇത്ര ഇറച്ചിയാണ് കൊടുത്തത്. എന്തിന്? നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഉലഹീത്തിനെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ച് എത്ര ബോധമുണ്ട്, ഇത്രയേ അള്ളാഹു നോക്കുന്നുള്ളൂ. ഇറച്ചിന്റെ കണക്കും കിറ്റൊന്നും അള്ളാഹ്ക്ക് കേൾക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഈ പെരുമ കാണിക്കാൻ ചെയ്യുന്ന പണിയൊക്കെ ഒന്ന് നിർത്തിക്കളെ, വെറുതെ കാര്യമില്ല. ആൾക്കാരാണെങ്കിൽ ഇറച്ചി എന്നിട്ട് ഫുള്ള് കൊളസ്ട്രോളാ. നാട്ടിൽ മുഴുവൻ സൽക്കാരവും കല്യാണങ്ങളും. ഇന്നലെ ദാൽഹുദയിലെ ക്ലാസ്സിൽ ഞാൻ പറയായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഖൂല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ ആകുലുൽ ലഹ്മ ഫിശ്ശഹരി ഇല്ലാ മർറ. ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം തിന്നു. ഖുദ്വതൻ ബിസ്വാഹിബൈ, എൻ്റെ 2 കൂട്ടുകാരായ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുന്നവരും മാസത്തിൽ ഒരു തവണയേ മാംസം കഴിച്ചിരുന്നുള്ളൂ. ഞാനും അങ്ങനെയേ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാൻ നടക്കൂലല്ലേ? എത്ര കല്യാണം ഉണ്ടാവും ഒരു മാസം തന്നെ? അപ്പൊ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കഴിക്കാതെ വേറെ വിശക്കുന്നോ കഴിച്ചു പോയിക്കോട്ടെ, ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. മാംസം കഴിച്ച് നമ്മുടെ ശരീരം തളർന്നു പോവാണ്, അസുഖങ്ങൾ വന്നു വിടുകയാണ്. പുണ്യ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. 2 മെയിൻ കോഴ്സ് ഭക്ഷണം, മുഴുവനായി വലിയ ഒരു ഭക്ഷണം നമ്മൾ ഉച്ച കഴിക്കുന്നു, അതുപോലെ രാത്രി കഴിക്കുന്നു. ഹത്താ ലഹഖ ബില്ലാഹ്. ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ്, ഹഫ്സ ബീവി, നീ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മോളല്ലേ മോളെ? റസൂലുള്ളാഹിന്റെ വീട്ടിലല്ലേ നീ ജീവിച്ചത്? നിന്റെ ഭർത്താവ് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ ജമഅ ബൈന അശാഇൻ വഗദാ ഹത്താ ലഹഖ ബില്ലാഹ്. ഹബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും 2 നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ അബതി ഇല്ല ഉപ്പ. അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കാണോ? രാത്രി വളരെ കുറച്ച് മതി, വളരെ ചെറുത് മതി. ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ, എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ, കുഴപ്പമില്ല. നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും, നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക. ഞാൻ പറഞ്ഞത് 2 കിൻഡലും 3 കിൻഡലും ഒക്കെ ഇറച്ചി വാരി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ. പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ലേ. അല്ലെങ്കിൽ നിന്റെ മകളെ കെട്ടിച്ചു വിട്ട വീട്ടുകാർക്ക് ബോധം വെളുത്തെ, അല്ലെങ്കിൽ അവരൊന്ന് ഞെട്ടട്ടെ, ഇതൊന്നും ചെയ്യണ്ട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വൃഥാവിലാണ്, പൈസ നഷ്ടമാവാൻ, ആഖിറത്തിലേക്ക് കിട്ടൂല. മൻ തസദ്ദഖ ബിസദഖ, നിങ്ങളൊരു ദാനം ചെയ്തു. നമ്മുടെ മദ്രസക്ക് നല്ല ചെലവ് വരുന്ന സമയമാണ്, കെട്ടിട നിർമ്മാണങ്ങൾക്കും കൂലിക്കൊക്കെ ഭയങ്കരമാണ്, നമുക്കറിയാലോ. അതിനുവേണ്ടി കാര്യമായ സഹായം നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. ലിസ്റ്റ് വായിക്കണമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും വരല്ലേ. ഞാൻ കൊടുത്ത 10 ലക്ഷം അല്ലെങ്കിൽ ഞാൻ കൊടുത്ത 5 ലക്ഷം, അതോടെ മേലെ തന്നെ എഴുതണം, എൻ്റെ പേര് വായിക്കണം സ്റ്റേജിൽ. കഴിഞ്ഞു, ആ പൈസ പോയി. മദ്രസന്റെ പണിയെടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ നാളെ എനിക്ക് ഖബറിൽ ഇതൊരു തണലായി അള്ളാഹു മാറ്റിത്തരണം, എനിക്കൊരു റഹ്മത്തായി നാളെ കിട്ടണം. എൻ്റെ മക്കൾക്കും കുടുംബത്തിനും തലമുറക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. അള്ളാഹുവേ, നിന്റെ വജഹിന് വേണ്ടി നീ തന്നത് ഞാൻ നൽകുകയാണ്, അതിന് കൂലിയുണ്ട്. കുല്ലുംറിഇൻ തഹ്ത ദില്ലി സ്വദഖതിഹി യൗമിൽ ഖിയാമ, ഓരോരുത്തരും ചെയ്ത സ്വദഖയുടെ തണലിലാണ് നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മുസ്ലിമിൻ യഖ്റിദു മുസ്ലിമൻ ഖർദൻ മർറ കടം കൊടുക്കുന്നത് നന്മയുടെ വഴികളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത്. മാമിൻ മുസ്ലിമിൻ യുഖ്രിദു മുസ്ലിമൻ ഖർദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഒരു മുസ്ലിമിന് നിങ്ങളൊരു കടമായി നൽകുകയാണെങ്കിൽ 2 തവണ കൊടുത്തു, 1000 വെച്ചിട്ട്, ആ ഒരു തവണ നിങ്ങൾ നൽകിയത് ദാനം ചെയ്ത കൂലിയാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ 2 തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അത് നിങ്ങളുടെ ഹക്കാണ്, നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ പോലും ദാനത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. വമൻ അൻളറ മുഅ്സിറൻ, പൈസ നിങ്ങൾ കടം കൊടുത്തു, പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല, പ്രയാസത്തിലാണ്. അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ,
അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഹ്ശറയുടെ മൈതാനത്ത് അല്ലാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അവരിന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ, അവർക്കത് വീട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുണ്ടോ? രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലേ നിങ്ങൾ തരേണ്ടതില്ല എന്ന് പറയാ. ഇത് രണ്ടിനും കൂലിയാണ്. നിങ്ങൾക്ക് തരേണ്ട ദാനം, നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്കത് തിരിച്ചു തന്നില്ലെങ്കിൽ ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹദീസിലുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇന്നലെയായിരുന്നു, ആള് തന്നില്ല. 1,00,000 രൂപ നിങ്ങൾ കടം കൊടുത്തത്, അത് ഇന്നലെ കിട്ടേണ്ടതാ, കിട്ടിയില്ല. ഇന്നു മുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും 1,00,000 നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മഹല്ലുകളിലൊക്കെ പലിശരഹിത വായ്പാ പദ്ധതികളൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആരംഭിക്കണം അതൊക്കെ. കാരണം ഏതിനും തൊട്ടതിനും പിടിച്ചതിനും പണയപ്പെടുത്താൻ വേണ്ടി ബാങ്കിലേക്ക് ഓടുന്ന ഒരു കാലമാണ്. പച്ചയായ ഹറാം, ഒരു സംശയമില്ല. പലിശ എത്ര കുറവുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. കോട്ടക്ക് പോകണോ, ചെമ്മാട്ട ബാങ്കിൽ പോകണോ, തിരങ്ങാടി പോകണോ, അങ്ങനെ നമ്മൾ ആലോചിക്കുക. എന്തേ അവിടെ ഇച്ചിരി കുറവുണ്ട്? ഈ കുറവെന്ത്? പലിശയിൽ കുറവുണ്ട്. പലിശ ഇല്ലാന്നല്ല, പലിശ ചെറുതും വലുതും പലിശ തന്നെയാണ്. ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് പറയാം, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ബാങ്കിന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്, എന്നാലും അത് ഹറാമാണ്. ഹറാം തന്നെയല്ലേ? നമുക്ക് പൊരുത്താന്ന് വിചാരിച്ചിട്ട് അല്ലാഹു വേണ്ടെന്ന് പറഞ്ഞത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളിലൊക്കെ ഈ പലിശരഹിത വായ്പാ പദ്ധതികൾ, അതിന്റെ ചില റൂൾസ് ആൻഡ് റുട്ടീൻസ്, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും വായ്പ എടുക്കാൻ പറ്റുന്ന വിധം, ഒരാൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഒരു പലിശയിലേക്ക് തള്ളിവിടാത്ത രീതിയിൽ അതിനെ സഹായിക്കണം. അതിനുള്ള സംവിധാനം നമ്മുടെ മഹല്ലുകളൊക്കെ ഒന്ന് ആലോചിക്കണം, അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. സുഹൈൽ ബക്കറ്റ് വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ ചെലവും അത് കഴിഞ്ഞ് നമുക്ക് മദ്രസയുടെ കെട്ടിട നിർമ്മാണവും ഒക്കെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും ഇപ്പൊ നിങ്ങൾ മദ്രസ കൊടുക്കാനുള്ള കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും ആ വിഷയം അറിയിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകർ വന്ന് കാണുമ്പോഴേ കാര്യമായിട്ട് ആ വിഷയത്തിൽ സഹായിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പദ്ധതി ഒരു ഭാരവുമില്ലാതെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്, നമ്മളെ കടന്നു സഹായിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അല്ലാഹു അവർക്കൊക്കെ നീ വലിയ നിഅമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ചവർ, അല്ലാഹുവേ, നാളെ സിറാത്തിൽ നീ അവരെ കൈപിടിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിലെത്താനുള്ള ഭാഗ്യം അവർക്കും കൂടെ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. നമ്മൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ, അത് വലിയൊരു നിഅമത്താണ്. ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ എത്രയോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട്. എന്തേ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അത് തിരിച്ചു തരാൻ വേണ്ടിയല്ല ആളുകൾ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണമെന്ന് ചിന്തയുമില്ല. പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ? കൊടുത്ത ആള്. വാങ്ങിച്ചാലാണ് ടെൻഷൻ അടിക്കേണ്ടത്, പക്ഷെ കൊടുത്ത ആൾക്ക് അപ്പൊ ടെൻഷൻ. ചോദിച്ചാൽ പ്രശ്നമായി. നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ, അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാണ്. ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത്? അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതുകൊണ്ട് അത് ധിക്കാരമാണ്. ഒരു ഫഖീറായ മനുഷ്യൻ ധിക്കരിക്കുന്ന അല്ലാഹുവിന്റെ വെറുപ്പാണ്. അല്ലാഹു നാളെ ഖിയാമത്ത് നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അൽ ആയിലുൽ മുസ്തക്ബിർ. 5 പൈസ കയ്യിലില്ല, പക്ഷെ അഹങ്കാരം ഒരുപാടാണ്. അത്തരം ആളുകൾ അതിങ്ങനെയാണ്. കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കിട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിണങ്ങുകയോ ചെയ്യുന്നത് നന്ദികേടാണ്. മിനിമം അത് നന്ദികേടാണ്. നന്ദികേട് അല്ലാഹുവിന് ഇഷ്ടമല്ല. മല്ലം യശ്കുരിന്നാസ ഫലം യശ്കുരില്ല. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അല്ലാഹുവിനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മയുടെ വഴികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം ജീവൻ അവസാനിക്കുന്നത് വരെ മാത്രമല്ല